ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ വെള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുഫല്ലലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉൻ സഅദുല്ലാഹ്. മുസ്തഫ മുസദ്ദിഖും മുജീബുൻ ഹബീബുല്ലാഹ് മുൻദിറും മുബശ്ശിറും മുബർറും കലീമുല്ലാഹ് മുസ്ലിഹും മുകറമും മുബീനുൻ സിറാത്തുല്ലാഹ് മുദക്കിറും മുഖദ്ദസും മുജാബുൻ നജിയുല്ലാഹ്. മുഖ്തഫിം മുഅമ്മിലും മുഖീമുൻ സഫിയുല്ലാഹ് മുജ്തബാ മുദ്ദസ്സിറും മുതീഉൻ അബ്ദുല്ലാഹ് മുഖഫിം മുഖീലുൽ അസാറാത്തി കരീമുല്ലാഹ് മുസമ്മിലും മുഹമ്മദും മഹദിർ റസൂലുല്ലാഹ്. ചികവറൻ നബിക്കും ആൽ അരികോലിലും സലാത്തേ ജിക സലാമും മാജിദേ നീച്ചൽ സരദീനാർത്തേ. അക്രമുൽ മുകറമായ ത്വാഹ മൗലാത്തേ അഹദവായ നീക്കിതയിൽ ഏകണം പേരോത്തേ. അനേകം ആത്മീയ ജ്യോതിസ്സുകൾ പ്രഭ പരത്തിയ ഹിജ്റ 2-ാം നൂറ്റാണ്ട്. ഹിജ്റ 145 റബീഉൽ അവ്വൽ 11 ഒരു ബുധനാഴ്ചയായിരുന്നു അത്. ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും പുത്രിയായി മക്ക ഷരീഫിൽ ഒരു പൊന്നോമന പിറന്നു. സ്നേഹവാത്സല്യത്തോടെ പിതാവ് അവരെ പേര് വിളിച്ചു നഫീസ. പിന്നീട് ആത്മീയ ലോകത്ത് സുപ്രസിദ്ധയായ മഹിളാരത്നം ബീവി നഫീസത്തുൽ മിസ്രിയ ആയിരുന്നു ആ കുഞ്ഞ്. Allah
ചെറുപ്രായത്തിൽ തന്നെ ആരാധനാകർമ്മങ്ങളിലും മതകീയ ചിട്ടകളിലും അതീവ തൽപരയായിരുന്ന മഹദി തന്റെ 6-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. തുടർന്ന് കർമ്മശാസ്ത്രത്തിലും ഹദീസിലും ഇസ്ലാമിക ചരിത്രത്തിലും അവഗാഹം നേടി.